ഹായ്. ഇപ്പം വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉറങ്ങി നീച്ചൊക്കെ വരികയാണേ. അപ്പം ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് കിടന്ന് ഉറങ്ങിയതായിരുന്നു. അപ്പോൾ ഉറങ്ങി വീച്ച് അതാണ് മുഖത്ത് കുറച്ച് എടുക്കും. പിന്നെ ഇന്നലത്തെ ചെയ്തതുണ്ട് 2-3 അടയാളങ്ങളില്ലേ, അതുകൊണ്ട് അപ്പോൾ ഒരു വൃത്തിയുടെ പോലെ ഉണ്ട് മുഖം. കുഴപ്പമില്ല, അതങ്ങ് പോയിക്കോളും. പിന്നെ അപ്പം ചപ്പാത്തി ഉണ്ടായിരുന്നു ഇവിടെ, ഒരു ഉച്ചക്കത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി എടുത്ത് വെച്ചൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ചതാണേ. അപ്പം ചായ കുടിക്കുക. പിന്നെ ടേസ്റ്റ് നോക്കട്ടെ. ചായ ഇതവിടെ കാച്ചി വെച്ചിട്ടുണ്ടതാ ചായ. വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ, കുഴപ്പമില്ല, കഴിക്കാം. ചായ എനിക്ക് ഇഷ്ടമായിട്ട് ഒരുപാട് കുടിക്കാൻ ഇഷ്ടമാണ്. ഞാൻ കുറേ ചായ കുടിക്കും. പിന്നെ ഇന്നലെ ഞാൻ മുത്തപ്പങ്ക പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം കുറേ ആൾക്കാർ ലൈക്കും കമൻറ്റും ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ചിക്കൻ കറിയും ഇത് കുറച്ച് ഉറപ്പുള്ള കഷ്ണം. വലിയ ടേസ്റ്റൊന്നുമില്ല, എന്നാലും ഞാൻ തന്നെ ഉണ്ടാക്കിയ കേട്ടോ. ഞാൻ അങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്യില്ല കേട്ടോ. എനിക്ക് അങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്യാനൊന്നും അറിയില്ല. സാധാരണ ചോറും കറിയൊക്കെ ഉണ്ടാക്കും, അല്ലാണ്ട് വലിയ കുക്കിംഗ് ചെയ്യുന്ന ആളൊന്നും അല്ല കേട്ടോ ഞാൻ. പിന്നെ ഒരു കാര്യം പറയാണ്ട് കേട്ടോ, അത് വേറെ ഒന്നല്ല. കുറേ ആൾക്കാർ മെസ്സഞ്ചർ വഴിയും ഒക്കെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ കോഴിക്കോടല്ല താമസം, വേറെ ഏതോ ഉൾനാട്ടിലാണ് താമസം, ഭാഷ എങ്ങനെയല്ല, കോഴിക്കോട് ഭാഷ എങ്ങനെയല്ല സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ഞാൻ കോഴിക്കോട് തന്നെയാണ് താമസം. എൻ്റെ സ്വന്തം വീട് കൊയിലാണ്ടിയാണ്, പൂക്കാട്. അപ്പം ഞാനിപ്പോഴും ആ ഭാഷ വെച്ചിട്ടാണ് ഏകദേശം സംസാരിക്കാം. എനിക്ക് ആ ഭാഷയെ കിട്ടുള്ളൂ. കോഴിക്കോട് ഭാഷ സംസാരിക്കും, പക്ഷെ അത് അപൂർവമായിട്ടേ സംസാരിക്കുള്ളൂ. കൊയിലാണ്ടി ഭാഷയിൽ വന്നിക്ക് പോയിക്ക് എന്നൊക്കെയല്ലേ, അതൊക്കെ തന്നെ ഞാൻ എപ്പോഴും പറയാം. വന്നിക്ക് പോയിക്ക്. കോഴിക്കോടേക്ക് വന്നിക്കുന്ന പോയിക്കുന്ന അതൊന്നും എനിക്ക് അത്ര ഇതായിട്ട് കിട്ടൂല, സംസാരിക്കാൻ വേണ്ടി വരില്ല. ആ ഭാഷ തന്നെയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുക. ഞാൻ ഉൾനാട്ടിലൊന്നുമല്ല, ഞാൻ പുതിയങ്ങാടിൻ്റെ അടുത്താണ്, കുണ്ടുപറമ്പ് ആ ഭാഗത്തായിട്ട് വരും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അതും മെസ്സഞ്ചറിൽ ഇങ്ങനെ വന്നിട്ട് കുറേ ആൾക്കാർ അറിയുന്ന ആൾക്കാരായിരിക്കും, എന്നെ പറ്റി അറിയുന്ന ആൾക്കാരായിരിക്കും ചോദിച്ചത്. അപ്പം അവർക്ക് അറിയായിരിക്കും, നിങ്ങൾ മിംസിൽ വർക്ക് ചെയ്തിട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ മിംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, 1.5 വർഷം അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം അവിടെയല്ല കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ വേറൊരു ഇന്റർലോക്കിൻ്റെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അതെടുത്തു. ഇവിടെ ഞാൻ വോയിസ് എക്സ്ട്രാ ആഡ് ചെയ്താണ് കേട്ടോ. അത് വേറെ ഒന്നുമില്ല, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ സംസാരിക്കുന്നൊന്നും ക്ലിയർ ആവുന്നില്ല. പിന്നെ ഇതുവരെ എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത ഒരുപാട് ആൾ, ഷെയർ ചെയ്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഒരുപാട് നന്ദി പറയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ വീഡിയോ.